ഹായ്, ചൂടുകാലമാണ്. നമുക്കറിയാം, പുറത്തിറങ്ങാൻ പറ്റാത്ത വെയിലാണ്, നല്ല വെയിലാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഓവറായിട്ട് സൺ എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ, വെയിലത്ത് കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കറിയാം, സൂര്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൺലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ് തരുന്നുണ്ട്, നമുക്ക് ചൂട് തരുന്നുണ്ട്, അതുപോലെ നമുക്ക് വിറ്റമിൻ ഡി പോലുള്ള കാര്യങ്ങൾ തരുന്നുണ്ട്. ഇത്തരം ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് അമിതമായി കഴിഞ്ഞാൽ, ഓവർ എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. ആദ്യമായി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഈ സൺലൈറ്റ് കൊണ്ട് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, ഇതിൽ അടങ്ങിയിരിക്കുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ തന്നെയാണ് യു വി റേസ്. ഈ യു വി റേസ് നമുക്ക് നമ്മുടെ സ്കിന്നിന് ചുളിവുകൾ ഉണ്ടാക്കും, ഡാർക്ക് സ്പോട്ടുകൾ ഉണ്ടാക്കും, അതുപോലെ തന്നെ ഏജിങ് പെട്ടെന്നാക്കും. നമ്മുടെ സ്കിന്നൊക്കെ ഒരു അൺഹെൽത്തി ലെവലിലേക്ക് നമുക്ക് പോകും. അത് സ്കിന്നിന്റെ ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സൺ ബേൺസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അമിതമായ ചൂട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സ്കിന്നിൽ പൊള്ളൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അസഹ്യമായ വേദനയുള്ളൊരു കണ്ടീഷനാണ് സൺബേൺ എന്നുള്ളത്. അതുമാത്രമല്ല, നമുക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്കിൻ ക്യാൻസർ, മെലനോമ പോലുള്ള സ്കിൻ ക്യാൻസർ ഒരുപാട് കാലം പ്രൊലോങ്ഡ് ആയിട്ട് സൺ എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കണ്ണിന് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. തിമിരം പോലുള്ള പ്രശ്നങ്ങൾ, നമുക്ക് കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ സൂര്യപ്രകാശം കൂടുതലായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇത് പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ, അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഈ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത്. ഒന്ന്, നല്ല സൺസ്ക്രീൻ ലോഷൻ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ്. നല്ല മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള നല്ല ഒരു സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുക. പുറത്തിറങ്ങുന്ന സമയത്ത്, വെയിലത്തിറങ്ങുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമുക്ക് കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കാം. എന്തെങ്കിലും ക്ലോത്തിങ് ചെയ്യാം, സൺലൈറ്റ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കവർ ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ സൺലൈറ്റിനെ തടയുന്ന രീതിയിൽ നമുക്ക് ക്രീം അല്ലാതെ അല്ലെങ്കിൽ ലോഷൻ അല്ലാതെ നമുക്ക് കൂളിംഗ് ഗ്ലാസ് പോലുള്ള ഡ്രസ്സൊക്കെ വെച്ചിട്ട് നമുക്കത് ഒരു പരിധി വരെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നല്ല ചൂടുള്ള സമയത്ത് പുറത്തിറങ്ങാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പുറത്തിറങ്ങാനും ശ്രമിക്കുക. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ സമയത്ത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ആ മോയ്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടും, അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് ആ ഒരു ബേണിൽ നിന്നൊക്കെ, ചൂടിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ സാധിക്കും. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ചൂട് കാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.